to the day 3 of our trading challenge. അപ്പോൾ ഇന്നത്തെ എൻ്റെ ട്രേഡ് JPP USDയിലായിരുന്നു. നമ്മുടെ എൻട്രി ലെവൽസ് ഒക്കെ ഞാൻ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ആയിരുന്നു ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മോർണിംഗ് തന്നെ മാർക്കറ്റിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്ത ടൈമിലായിരുന്നു ഞാൻ എൻ്റെ എൻട്രി നോക്കിയിട്ടുണ്ടായിരുന്നത്. ഓൾസോ ഈ മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്തു. 1:2 റിസ്ക് റിവാർഡിലുള്ള മൂവ്മെന്റ്സ് മൂവ് ചെയ്തിട്ടുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഈ ഒരു ട്രേഡ് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഫണ്ടഡ് അക്കൗണ്ടിന്റെ അപ്ഡേറ്റ് നോക്കുമ്പോൾ നമ്മുടെ ഫണ്ടഡ് അക്കൗണ്ട് ഇപ്പോൾ ഒരു $36 പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ടോട്ടൽ ക്യാപിറ്റൽ $1036 ആണ്. അപ്പോൾ ഈ ഫണ്ടഡ് അക്കൗണ്ടിന്റെ ചെറിയൊരു അപ്ഡേറ്റും കൂടെ ഞാൻ കാണിക്കാം. നമ്മുടെ അക്കൗണ്ട് 5% പ്രോഫിറ്റ് ആവുന്ന ടൈമിൽ നമ്മൾ ബ്രോൺസ് എന്ന് പറയുന്ന സ്റ്റേജിലാണ് എത്തുന്നത്. അപ്പോൾ സിൽവർ സ്റ്റേജിൽ $16 വിഡ്രോ ചെയ്യാൻ വേണ്ടി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് സിൽവർ ആകുമ്പോഴാണ് നമ്മൾ സിൽവറിൽ എത്തുന്നത്. ദെൻ ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ ഗോൾഡൻ സ്റ്റേജിലാണ് എത്തുന്നത്. അപ്പോൾ നമ്മുടെ ക്യാപിറ്റലിന്റെ 10% പ്രോഫിറ്റ് ആയിരിക്കും നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് $65 കൂടെ പ്രോഫിറ്റ് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ടോട്ടൽ നമ്മുടെ $100ന്റെ $90 നമുക്ക് ഈ 3 സ്റ്റേജിലും കൂടെ പ്രോഫിറ്റ്സ് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ 90% ആണ് ഇതിന്റെ സ്പ്ലിറ്റ്. അപ്പോൾ നമുക്ക് എന്തായാലും ചലഞ്ചിന്റെ അപ്ഡേറ്റ് ആയിട്ട് വീണ്ടും